ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC ജൂലൈ 12 നടത്താനിരിക്കുന്ന ഫയർമാൻ ഫയർവുമൺ പരീക്ഷയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിൽ നിന്നും ഫയർമാൻ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 മാർക്കാണ് ഫയർമാൻ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ആ 20 മാർക്കും നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ കണക്കിനുള്ള രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 20 മാർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഈ ഒരു പരീക്ഷയിലെ ഏറ്റവും മെയിൻ ചോദ്യങ്ങൾ വരുന്നത് തന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫയർമാൻ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. അതിൽ നിന്നും ഫയർ എന്ന ടോപ്പിക്ക് ബേസിക് കൺസെപ്റ്റ് കൂടെയാണ് നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത്. ഫയർ അഥവാ ജ്വലനം. എന്താണ് ഫയർ അല്ലെങ്കിൽ ജ്വലനം എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജ്വലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറന്തള്ളുന്ന രാസപ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജ്വലനം. ജ്വലനം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ജ്വലനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച്, എന്തുമായാണ് പ്രവർത്തിക്കുന്നത്? ഓക്സിജനുമായിട്ട്. ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറത്തേക്ക് വിടുന്ന രാസപ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജ്വലനം. ആദ്യം തന്നെ ജ്വലനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം തന്നെ കൂടെ പഠിച്ചു പോവുക. ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ച് താപം പുറത്ത് വിടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ താപം പുറത്തേക്ക് വിടുന്ന രാസപ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജ്വലനം. ഓക്കെ ആണല്ലോ. അടുത്തത്, ജ്വലനം സംഭവിക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട 3 ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് ജ്വലനം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ ജ്വലനം സംഭവിക്കണമെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ആവശ്യമാണ്. ഏതൊക്കെയാണത്? ഒന്ന്, കത്തിക്കാനായിട്ടുള്ള ഇന്ധനം. രണ്ടാമത് ഓക്സിജൻ. നമ്മൾ പറഞ്ഞു ഓക്സിജനുമായിട്ട് ഒരു വസ്തു പ്രവർത്തിക്കുമ്പോഴാണ് ജ്വലനം ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്സിജൻ ഉറപ്പായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നീട് എന്താണ്? താപത്തിൻ്റെ ഉറവിടം. അതായത് ജ്വലനത്തിന് പ്രധാനപ്പെട്ട 3 ആവശ്യകതകളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ വേണം. 1 ഇന്ധനം, 2 ഓക്സിജൻ, 3 താപത്തിൻ്റെ ഉറവിടം. ഇത് 3 പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. അപ്പോൾ ജ്വലനം എന്താണെന്നും ജ്വലനത്തിന് വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. അടുത്തത്, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജ്വലനത്തിന് വിധേയമാകുന്ന വസ്തുവിനെ നമ്മൾ ഇന്ധനം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഉറവിടത്തിന് പറയുന്ന പേരാണ് ഓക്സിഡൈസർ എന്നാണ് പറയുന്നത്. ഇനി ഇന്ധനവും ഓക്സിഡൈസറും ഒരു ഖരമോ ദ്രാവകമോ വാതകമോ ആകാം. ഇന്ധനവും ഓക്സിഡൈസറും, ഓക്സിഡൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ്റെ ഉറവിടം. അതിനെയാണ് നമ്മൾ ഓക്സിഡൈസർ എന്ന് പറയുന്നത്. ഈ ഇന്ധനവും ഓക്സിഡൈസറും എന്താകാം? ഖരമാകാം, ദ്രാവകമാകാം, വാതകമാകാം. ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്നും ഓക്സിഡൈസറിൽ നിന്നും പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നു. ഈ പദാർത്ഥങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എക്സോറ്റ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ജ്വലന സമയത്ത് ഇന്ധനത്തിൽ നിന്നും ഓക്സിഡൈസറിൽ നിന്നും പുതിയ രാസപദാർത്ഥങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഈ പദാർത്ഥങ്ങളെ പറയുന്ന പേരാണ് എക്സോസ്റ്റ്. ഓക്കെ, എക്സോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇന്ധനത്തിനും ഓക്സിഡൈസറിനും ഇടയിലുള്ള ഉയർന്ന താപനിലയിലുള്ള താപമോചക റിഡോക്സ് പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ജ്വലനം. ജ്വലനം എന്താണെന്നൊന്ന് വിശദമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ തീ എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നി അല്ലേ? തീ ഉണ്ടാകുന്ന രാസപ്രക്രിയയ്ക്കാണ് നമ്മൾ
ജ്വലനമെന്ന് പറയുന്നത്, ജ്വലനം എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു വസ്തു ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജ്വലനം. ഇനി ജ്വലനത്തിൻ്റെ ചില സാധാരണ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് എന്താ ഉള്ളത്? ഒരു കാർ ഓടിക്കുമ്പോൾ പെട്രോൾ കത്തിക്കുന്നത്, സ്റ്റൗവിൽ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസ് സിലിണ്ടർ വഴി പ്രകൃതിവാതകം അങ്ങനെ എടുക്കാറില്ലേ? ഗ്യാസ് കത്തിച്ച് സിലിണ്ടർ കത്തിക്കുന്നു, അങ്ങനെ എടുക്കുന്നില്ലേ? അതിനെയൊക്കെയാണ് ജ്വലനത്തിന് ഉദാഹരണമായിട്ട്. ബേസിക് ആയിട്ടുള്ള കാര്യം കേട്ടോ, ജസ്റ്റ് അറിഞ്ഞു പോവുക. ഇനി ഒരു ഹൈഡ്രജൻ കാർബൺ അധിഷ്ഠിത ഇന്ധനം ജ്വലന പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ സാധാരണ രൂപപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് ജലവും കാർബൺ ഡൈ ഓക്സൈഡും. അതുപോലെ തന്നെ ജ്വലന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഊർജത്തെയും പ്രതിപ്രവർത്തനത്തിലെ ഉൽപ്പന്നങ്ങളെയും അടിസ്ഥാനമാക്കി ജ്വലനത്തിനെ പ്രധാനമായിട്ടും 5 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ജ്വലനത്തിനെ 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്ന പൂർണ്ണജ്വലനം. ഒന്നാമത്തേതാണ് പൂർണ്ണജ്വലനം. എന്താണ് പൂർണ്ണജ്വലനം എന്ന് പറഞ്ഞാൽ? പൂർണ്ണജ്വലനം എന്ന് പറഞ്ഞാൽ പൂർണ്ണജ്വലനത്തിന് ഇന്ധനം, നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇന്ധനമുണ്ട്, ഓക്സിജനുണ്ട്, അതുപോലെ തന്നെ എന്താണ്, താപത്തിൻ്റെ ഉറവിടമുണ്ട്. ഈ പൂർണ്ണജ്വലനത്തിൽ എന്താണ് വേണ്ടത്? പൂർണ്ണമായ ജ്വലനത്തിന് നമുക്ക് ഇന്ധനത്തിൻ്റെയും ഓക്സിജൻ്റെയും സംയോജനം ആവശ്യമാണ്. ജ്വലന പ്രക്രിയയിൽ ഇന്ധനം പൂർണ്ണമായും ഓക്സിജനിൽ കത്തിക്കുകയും പരിമിതമായ അളവിൽ ഉപോൽപ്പന്നങ്ങൾ അവശേഷിക്കുകയും പറയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പൂർണ്ണജ്വലനം. ഓക്കെ ആണല്ലോ? പൂർണ്ണജ്വലനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അപൂർവജ്വലനം, രണ്ടാമത്തേതാണ് അപൂർവജ്വലനം. അപൂർവജ്വലനം എന്ന് പറഞ്ഞാൽ ഇന്ധനത്തിന് പൂർണ്ണമായ ജ്വലന പ്രക്രിയയിൽ ഏർപ്പെടാൻ ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്തപ്പോൾ സംഭവിക്കുന്നതാണ്. അതായത് ഓക്സിജൻ്റെ കുറവ് മൂലം ആ സാഹചര്യത്തിൽ നടക്കുന്ന ജ്വലനത്തിന് പറയുന്ന പേരാണ് അപൂർവജ്വലനം. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു കടലാസ് കത്തിക്കുകയാണെങ്കിൽ ആ കടലാസിൽ നിന്ന് ഉപോൽപ്പന്നമായിട്ട് എന്താണ്? ചാരം ഉണ്ടാകുന്നു. അതാണ് അപൂർണമായ ജ്വലനത്തിന് ഉദാഹരണം. അപൂർണ ജ്വലനത്തിൻ്റെ പ്രധാന ഉപോൽപ്പന്നം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡാണ്. അപൂർണ ജ്വലനത്തിൻ്റെ പ്രധാന ഉപോൽപ്പന്നം എന്താണ്? കാർബൺ മോണോക്സൈഡാണ്. ഇനി സസ്യങ്ങളുടെയും ഫോസിൽ ഇന്ധനങ്ങളുടെയും പൂർണ്ണജ്വലനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് കാർബൺ ബ്ലാക്ക് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർബൺ ബ്ലാക്ക്. ഇനി പൂർണ്ണജ്വലനത്തേക്കാൾ അപൂർണ ജ്വലനത്തിന് കുറഞ്ഞ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ മൊത്തത്തിൽ അപൂർണ ജ്വലനത്തിന് കാര്യക്ഷമത കുറവാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ദ്രുതജ്വലനം. ദ്രുതജ്വലനം എന്താണ്? ദ്രുതജ്വലനം എന്ന് പറഞ്ഞാൽ ദ്രുതജ്വലന പ്രക്രിയയിൽ ദ്രുതഗതിയിലുള്ള ഊർജോൽപാദനത്തിന് ബാഹ്യതാപോർജം ആവശ്യമായി വരുന്നു. അതിനെയാണ് ദ്രുതജ്വലനം എന്ന് പറയുന്നത്. എല്ലാ ഇന്ധനവും കത്തുന്നതുവരെ ഈ പ്രക്രിയ തുടരുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന തീ അല്ലേ, ജ്വലനത്തിൽ പെട്ടെന്ന് തീ തെളിയുന്നതിനെയാണ് നമ്മൾ ദ്രുതജ്വലനം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ തീജ്വാലയിൽ തിരിയിൽ ജ്വലിക്കുമ്പോൾ ജ്വലന പ്രക്രിയ ആരംഭിക്കുകയാണ്. മെഴുകുതിരിയുടെ തിരിയിലേക്ക് തീജ്വാല ഇങ്ങനെ വരുമ്പോഴേ എന്താണ്? ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നില്ലേ? ഇത് മെഴുകുതിരി മുഴുവൻ കത്തിത്തീരുന്നത് വരെ നിർത്താതെ അതിൽ നിന്ന് ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിനെയാണ് ദ്രുതജ്വലനം എന്ന് പറയുന്നത്. ഇനി നാലാമത്തേതാണ് സ്വാഭാവിക ജ്വലനം. എന്താണ് സ്വാഭാവിക ജ്വലനം എന്ന് പറഞ്ഞാൽ, ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമല്ല. അങ്ങനെ വരുന്ന ജ്വലനത്തിനെയാണ് സ്വാഭാവിക ജ്വലനം എന്ന് പറയുന്നത്. സ്വയമേ സംഭവിക്കുന്ന ജ്വലനമാണ്, അല്ലെ സ്വയമേ ഒരു തീ കത്തുന്നതിനെയാണ് സ്വാഭാവിക ജ്വലനം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ആന്തരിക പ്രക്രിയ കാരണം താപനില വളരെ കൂടുതലായിരിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് അഞ്ചാമത്തെ തരത്തിലുള്ള ജ്വലനമാണ്. എന്താണത്? അതാണ് സ്ഫോടനാത്മക ജ്വലനം. അതായത് സ്ഫോടനം പോലെ വളരെ പെട്ടെന്ന് നടക്കുന്ന ജ്വലനമാണ് സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത്.
ഈ ജ്വലനം വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഇന്ധനം ജ്വലിപ്പിക്കുവാൻ ഒരു ശക്തി പ്രയോഗിക്കുമ്പോൾ താപം, വെളിച്ചം, ശബ്ദോർജം എന്നിവ ഉടനടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെയാണ് എന്താണ് സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ ആണെങ്കിൽ മറ്റേ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ എന്താണ് നമുക്ക് ചൂടുകൊണ്ട് അതുപോലെ തന്നെ ഒരു പ്രകാശവും അതിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ടല്ലേ. ഇതിനല്ല, അതുപോലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുമ്പോഴൊക്കെ നമുക്കറിയാം ചൂട് കൊണ്ടൊരു ഭയങ്കരമായ പ്രകാശവും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇത്തരം ജ്വലനങ്ങളാണ് സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം കൊണ്ട് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഫയർ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വിവരം, അതിൽ ജ്വലനം എന്താണ്, ജ്വലനത്തിന് വേണ്ട ഘടകങ്ങൾ എന്തെല്ലാമാണ്, ഓരോ ജ്വലനത്തിൻ്റെയും എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് താപവും താപനിലയും, ടെമ്പറേച്ചറും ഹീറ്റുമാണ് നമ്മൾ നോക്കുന്നത്. താപനില അഥവാ ടെമ്പറേച്ചർ. എന്താണ് താപനില? താപനില അഥവാ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവ്. ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാകാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവിനെയാണ് താപനില അഥവാ ഊഷ്മാവ് എന്നൊക്കെ പറയുന്നത്. ഇനി അതിനെ ഇച്ചിരൂടെ ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനാണെങ്കിൽ ശ്രദ്ധിക്കുക. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തിലേക്ക് താപത്തിന് ഒഴുകാൻ സാധിക്കും. അത് അങ്ങനെ ഒഴുകാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? താപനിലകളിലെ വ്യത്യാസമാണ് അങ്ങനെ ഒഴുകാനായിട്ട് സാധിക്കുന്നത്. സാധാരണയായിട്ട് താപനില അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കെൽവിനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താപനിലയെ സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അളക്കുന്ന യൂണിറ്റാണ് ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. K എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ വസ്തുവിൻ്റെ താപനില വർദ്ധിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ താപനില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. താപനില കുറയുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജവും കുറയുന്നു. അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഗതികോർജം കൂടുമ്പോൾ താപനില കൂടുന്നു, ഗതികോർജം കുറയുമ്പോൾ താപനില കുറയുന്നു. ഇനി സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് നമുക്കുള്ളത് താപം അഥവാ ഹീറ്റ്. താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിൻ്റെ അളവിനെയാണ് നമ്മൾ താപം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിൻ്റെ അളവിനെയാണ് താപം എന്ന് പറയുന്നത്. കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ജെയിംസ് പെർസ്കോട്ട് ജൂളാണ്. താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് പെർസ്കോട്ട് ജൂള്. താപം അളക്കുന്നതിനുള്ള SI യൂണിറ്റ് എന്ന് പറയുന്നതാണ് ജൂള്. അതുപോലെ തന്നെ താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് കലോറി. അതായത് ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഒരു കലോറി എന്ന് പറയുന്ന 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂളാണ്. അപ്പം താപവും അതുപോലെ തന്നെ താപനിലയും എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫയർ ട്രയാങ്കിൾ അഥവാ അഗ്നി ത്രികോണം എന്നത്. ഫയർ ട്രയാങ്കിൾ അല്ലെങ്കിൽ അഗ്നി ത്രികോണം. ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ചിത്രം ഇല്ലേ, ഈ ഒരു ചിത്രമാണ് ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്.
ഈ ഒരു ചിത്രമാണ് ഫയർ ട്രയാങ്കിൾ. മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഫയർ ട്രയാങ്കിൾ അഥവാ അഗ്നി ത്രികോണം. തീ ഉണ്ടാകുന്നതിനുള്ള രാസപ്രവർത്തനത്തിനെ മനസ്സിലാക്കാനുള്ള ലളിതമായിട്ടുള്ളൊരു മാതൃകയാണ് ഈ ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. തീ ജ്വലിപ്പിക്കുവാനും നിലനിർത്തുവാനും ആവശ്യമായ 3 ഘടകങ്ങളായ താപം, ഇന്ധനം, അതുപോലെ തന്നെ ഓക്സിജൻ, ഇത് 3ഉം ചേർന്നവയാണ് അഗ്നി ത്രികോണം അല്ലെങ്കിൽ ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. താപം ഹീറ്റ്, ഫ്യൂവൽ ഇന്ധനം, ഓക്സിജൻ, ഇത് 3ഉം കൂടെ ചേർന്നിട്ടുള്ളൊരു ഘടനയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അഗ്നി ത്രികോണത്തിനെ ജ്വലന ത്രികോണമെന്നും അറിയപ്പെടുന്നുണ്ട്. അഗ്നി ത്രികോണത്തിനെ ജ്വലന ത്രികോണമെന്നും അറിയപ്പെടുന്നു. ഇനി ഈ ഒരു ഫയർ ട്രയാങ്കിളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകം നീക്കം ചെയ്താൽ തീയെ തടയുകയോ കെടുത്തിക്കളയാനോ സാധിക്കുന്നു. ഇപ്പം ഞാൻ പറയാം, ഒരു തീ കത്തുന്നതിന്, ഒരു ജ്വലനത്തിന് ഈ 3 ഘടകങ്ങൾ വേണം. താപം, ഓക്സിജൻ, ഫ്യൂവൽ വേണം. ഇതിനകത്ത് ജ്വലനം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 3 ഘടകങ്ങളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ഘടകം ഇല്ലാതായാൽ ആ ജ്വലനത്തിൻ്റെ ശക്തി കുറയുകയോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ജ്വലനം നിന്നു പോകാനോ സാധ്യതയുണ്ട്. ജ്വലനം സംഭവിക്കുമ്പോൾ ഓക്സിജൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ജ്വലനം എന്താണ്? ജ്വലനത്തിൻ്റെ ശക്തി കുറയും അല്ലെങ്കിൽ ജ്വലനം നിന്നു പോകും. അങ്ങനെ ഓരോ ഘടകങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് അഗ്നി ട്രയാങ്കിളിനകത്ത്. ഓക്കെ, ഇനി ഈ ഫയർ ട്രയാങ്കിൾ എന്തിനാണ്? അഗ്നിസുരക്ഷാ പരിശീലനത്തിൻ്റെ അടിസ്ഥാന രൂപമായിട്ടാണ് ഫയർ ട്രയാങ്കിൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു ഫയർ ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് ഈ 3 ഘടകങ്ങളെ പറ്റിയും വൃത്തിയായിട്ട് പഠിക്കാനുണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് നമ്മൾ നോക്കുന്നത് ഹീറ്റ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഹീറ്റാണ് അഥവാ താപം. നമുക്ക് നോക്കാം. ജ്വലനം സംഭവിക്കുന്നതിന് താപത്തിൻ്റെ ഉറവിടം ആവശ്യമാണ്. ജ്വലിക്കുന്ന എല്ലാ വസ്തുക്കളും നീരാവി പുറത്തേക്ക് വിടുന്നുണ്ട്. തീയുടെ വ്യാപനത്തിനും പരിപാലനത്തിനും താപം ആവശ്യമാണ്. താപം സമീപത്തെ ഇന്ധനങ്ങളിൽ നിന്നും ഈർപ്പം നീക്കം ചെയ്യുന്നു. ചുറ്റുമുള്ള പ്രദേശം ചൂടാക്കുകയും അതിൻ്റെ പാതയിൽ ഇന്ധനം ചൂടാകുകയും ചെയ്യുന്നു. തുടർന്ന് ജ്വലന പ്രക്രിയ എളുപ്പമായി മാറുന്നു. ഇതാണ് താപത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ നോക്കുന്നതാണ് ഇന്ധനം അഥവാ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഒരു വസ്തു ജ്വലനത്തിന് ആവശ്യമാണെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ധനം. അഗ്നി ഉണ്ടാകണമെങ്കിൽ കത്തിക്കാൻ ഒരു വസ്തു ഉണ്ടാകണം. ഇതിനെയാണ് ഇന്ധനം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ധനത്തിനുള്ള എക്സാമ്പിൾ എന്താ? പേപ്പർ, എണ്ണ, റബ്ബർ, പ്ലാസ്റ്റിക്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഒരു ഇന്ധനമാണ്. തുണികൾ, കത്താൻ എടുക്കുന്ന എല്ലാ സാധനങ്ങളും, ജ്വലന വസ്തുക്കളെ എല്ലാം നമ്മൾ എന്താണ്? ഇന്ധനങ്ങൾ എന്നാണ് പറയുന്നത്. ഇന്ധനത്തിൻ്റെ ഈർപ്പം, വലുപ്പം, ആകൃതി, അളവ് തുടങ്ങിയവ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ധനം എത്ര എളുപ്പത്തിൽ കരിയുമെന്ന്, അത് ഏത് താപനിലയിലാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. നമുക്കറിയാം ഒരു പേപ്പർ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കത്തിപ്പോവും അല്ലേ? എന്നാൽ വിറക് അങ്ങനെയാണോ? അല്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ താപനിലയുടെ ഇതിനെപ്പറ്റി നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് ഓക്സിജൻ. മൂന്നാമത്തെ ഘടകമായ ഓക്സിജൻ. ജ്വലന പ്രക്രിയ നിലനിർത്താൻ ഓക്സിജൻ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ആവശ്യമാണ്. ഓക്സിജൻ കത്തുന്ന ഇന്ധനവുമായി പ്രവർത്തിച്ച് പുറന്തള്ളുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 21% ഓക്സിജനാണുള്ളത്. നമ്മൾ പറഞ്ഞ ഫ്യൂവല്, ഹീറ്റ്, ഓക്സിജൻ, ഈ 3 ഘടകങ്ങളില്ലാതെ ഒരിക്കലും തീ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഈ 3 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീക്കം ചെയ്താലും തീയുടെ ആ ശക്തി കുറയുകയോ അല്ലെങ്കിൽ തീ അണഞ്ഞു പോകാനുള്ള സാധ്യതയോ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 3 ഘടകങ്ങളോടുകൂടി ചേർന്നാണ് അഗ്നി ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് നോക്കിയത്. വരും ദിവസങ്ങളിൽ ഇതിൽ നിന്നുള്ള ബാക്കി ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ
നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും ഇനി നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത പാർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്